എഴുതിയിട്ടുള്ള ഒറിജിനലാണ്. നിങ്ങൾക്ക് ആർക്കും വന്ന് മറിച്ചു നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നു, ഹു ഈസ് ദിസ്? ആരാടോ ഇത്? മൻഹാദ? ആരാ ഇത്? ഈ ചോക്കും പാലക്കൽ ചോക്കും പൂക്കും പാലക്കൽ പോക്കും ആരാ ഇത്? അനസ് മൗലവി വിശദീകരിക്കും, അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കും. ഈ പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ വാചകം, ആ വാചകം അങ്ങനെ തന്നെ ചെറിയ മുണ്ടം എടുത്തുദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോട്ട് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് ആ ആശയം തന്നെ ചെറിയ മുണ്ടം എഴുതുന്നു. എന്താ വാചകം കേട്ടോളൂ. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാത്ത കഴിവാണ്. ഇങ്ങനെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ തന്നെ 103-ാമത്തെ പേജിൽ വീണ്ടും പറയുകയാണ്, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇതാരാ പറയുന്നത്? ചെറിയ മുണ്ടം. എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം, ആ വാചകം മറ്റൊരു രൂപത്തിൽ പറയുകയാണ്, കേട്ടോളൂ. വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റുമോ, അഭൗതികമെന്ന് പറയാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ചെറിയ മുണ്ടമോട് നടത്തുന്നത്. എന്നാൽ സന്ദർഭത്തിൽ നിന്ന് അത് അടർത്തി മാറ്റി, കണ്ടോ മടവൂരി നേതാവായ ചെറിയ മുണ്ടം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് നാട് നീളെ പ്രചരിപ്പിച്ചാലോ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. മടവൂരികളുടെ തന്നെ അറിയപ്പെട്ട നേതാവായ സലാം സുല്ലമി, അദ്ദേഹം ശബാബിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ എന്താണെന്നറിയോ? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ഹാജറ ബീവിയുടെ സംഭവം. ഹാജറ ബീവി ആ മക്ക എന്ന പ്രദേശത്ത്, ആ വിജനമായ പ്രദേശത്ത്, ഒരു ചെടി പോലും ഇല്ലാത്ത, ഒരൽപ്പം വെള്ളമില്ലാത്ത പ്രദേശത്ത് തന്റെ പിഞ്ചോമനയുമായി ഒറ്റപ്പെട്ടു പോയി. നമുക്കറിയാം, സഫാ മർവക്കിടയിൽ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കുട്ടിക്ക് ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു അത്. ആ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്ക്. ഈ ഹദീസ് എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കുബൂരികൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അഭൗതികമായി മറ്റുള്ളവരോട് സഹായം തേടാമെന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഒരു മുസ്ലിയാർ തെളിവ് ധരിച്ചപ്പോ സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ അതിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത് കേട്ടോളൂ. ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ പറയാ. എന്താ ഉദാഹരണം കേട്ടോളൂ. ഈ സംഭവത്തിന് ഉദാഹരണം പറയാണ്. നോക്കുക. നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക. കണ്ടോളൂ. എന്താ പറയുന്നത്? ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശത്ത് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. വെള്ളമില്ല കുടിക്കാൻ, മരിക്കാറായി. അങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. ഒരു അശരീരി പലതുകൊണ്ടും കേൾക്കാലോ. അങ്ങനെ അശരീരി കേട്ടു. ആ ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്നയാൾ നനച്ചിട്ട്, എനിക്ക് വെള്ളം തരുമോ, ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ? ഇത് സലാം സുല്ലമി എഴുതാ. അപ്പോ ചെറിയ മുണ്ടം എഴുതി, സലാം സുല്ലമി എഴുതി, ജബ്ബാർ മൗലവി എഴുതി. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്ന് അന്വേഷിച്ച് നടന്ന ഈ മടവൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്
അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്.